ഈ വർഷത്തെ ഓണം ഖാദി മേളയ്ക്ക് 8-ന് തുടക്കമാവുമെന്ന് വൈസ് ചെയർമാൻ പി ജയരാജൻ. ഇത്തവണ ഖാദി ബോർഡ് 150 കോടിയുടെ വിൽപ്പന ലക്ഷ്യമിടുന്നതായും വൈസ് ചെയർമാൻ പി ജയരാജൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പയ്യന്നൂർ ഖാദി കേന്ദ്രം കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലായി 30 കോടിയുടെ വിൽപ്പനയും ലക്ഷ്യമിടുന്നുണ്ട്. കണ്ണൂർ ഖാദി ടവറിൽ പ്രവർത്തിക്കുന്ന ആധുനിക രീതിയിൽ നവീകരിച്ച ഖാദി ഗ്രാമ സൗഭാഗ്യ ഷോറൂമിന്റെ ഉദ്ഘാടനവും ജില്ലാ ഖാദി ഗ്രാമ വ്യവസായ ഓഫീസ് അങ്കണത്തിൽ സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ നിർവഹിക്കുമെന്നും ജയരാജൻ പറഞ്ഞു. കുടുംബത്തിന് ആകെ ഓണക്കോടിയായി ഖാദി വസ്ത്രം എന്ന പ്രചരണവുമായാണ് ഖാദി ബോർഡ് മുന്നോട്ടു പോകുന്നത്. ആധുനിക വസ്ത്ര ഷോറൂമുകളുടെ മുഖമുദ്രയായ ലോണ്ടറി സർവീസ്, ഉപഭോക്താക്കളുടെ അഭിരുചിക്കനുസരിച്ച് ശരീരത്തിന് ഇണങ്ങും വിധം വസ്ത്രങ്ങളുടെ ഓൾട്ടറേഷൻ എന്നിവയുടെ സേവനം ഈ ഓണത്തിന് ഉപഭോക്താക്കൾക്ക് കണ്ണൂർ ഷോറൂമിൽ ലഭ്യമാകും. ഈ ഓണക്കാലത്ത് ഷോറൂമിന്റെ സേവനം രാത്രി 9 മണി വരെ ലഭ്യമാകും. ഓണക്കാലത്ത് 30% സർക്കാർ റിബേറ്റും ലഭിക്കും. ആകർഷകമായ സമ്മാന പദ്ധതികളും സർക്കാർ ജീവനക്കാർക്ക് 1 ലക്ഷം രൂപ വരെ ക്രെഡിറ്റ് വ്യവസ്ഥയിൽ ഖാദി വസ്ത്രങ്ങൾ വാങ്ങാനും സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും പി ജയരാജൻ പറഞ്ഞു. നവീകരിച്ച ഷോറൂം ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് ബഹുമാനപ്പെട്ട സഹകരണ തുറമുഖം ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ വി.എൻ. വാസവൻ 8-ാം തീയതി രാവിലെ 11:30 മണിക്ക് ഈ നവീകരിച്ച ഖാദി ഗ്രാമ സൗഭാഗ്യ ഷോറൂമിൻ്റെയും അതുപോലെ തന്നെ ജില്ലാതല ഖാദി മേളയുടെയും ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ്. ഈ ഷോറൂം ആധുനികവൽക്കരിക്കാൻ വർഷങ്ങളായി എടുത്തിട്ടുള്ള തീരുമാനമാണ്. അപ്പോൾ കേന്ദ്ര ഖാദി കമ്മീഷൻ്റെ സഹായം ലഭിച്ചതോടുകൂടി ആ സ്വപ്നം പൂവണിയുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഷോറൂം നവീകരിച്ചിട്ടുള്ളത്. കേരളത്തിലെ ഗവൺമെൻറ് ഖാദി ബോർഡിനോട് ആവശ്യപ്പെട്ടത് ഈ പരമ്പരാഗത വ്യവസായ മേഖലയായ ഖാദിയെ നവീകരിച്ച് പുരോഗതിയിലേക്ക് നയിക്കണം എന്നതാണ്. അപ്പോൾ ഷോറൂമുകളൊക്കെ അതിനൊത്ത വിധം നവീകരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇവിടെ ഈ ഷോറൂം ഉദ്ഘാടനത്തിനെ തുടർന്ന് ഖാദി വസ്ത്രങ്ങൾ ഈ അലക്കാനും അതുപോലെ തന്നെ ഇസ്തിരി ഇടാനും ഒക്കെയുള്ള സൗകര്യത്തോടു കൂടിയാണ് ഈ ഷോറൂം തുടങ്ങുന്നത്. പരുക്കൻ ഗാന്ധിയിൽ നിന്നും നേർമയുള്ള മസ്ലിൻ, ഖാദി, പോളിസ്റ്റർ, സിൽക്ക് തുണികളിലേക്കും ഖാദി മേഖല മാറി. പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിന് കീഴിൽ 68 നൂൽപ്പ് കേന്ദ്രങ്ങളും 61 നെയ്ത്ത് കേന്ദ്രങ്ങളും ആധുനികവൽക്കരിച്ച് റെഡിമെയ്ഡ് യൂണിറ്റും കിടക്ക നിർമ്മാണ യൂണിറ്റും യാൺ ഡൈയിങ് സെൻസറും പ്രവർത്തിക്കുന്നു. കെ.വി. രാജേഷ്, ഷോളി ദേവസ്യ, കെ.വി. ഫാറൂഖ്, വി. ഷിബു എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.